എമാണയെ കൊണ്ട് മലിനമായ വെള്ളവുമായി ബിജെപി ആസ്ഥാനത്തേക്ക് എഎപിയുടെ മാർച്ച്. പഞ്ചാബ് സർക്കാരിന്റെ കാർ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചു എന്ന ആരോപണം. തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമായി മാറുകയാണ് ഡൽഹിയിൽ. हम तो पानी पहुंचाना चाहते थे, अमित शाह जी पी के दिखा दें, ये पानी पहुंचाइए. पुलिस प्रशासन को हमने दे दिया है, ये पानी पी के दिखाएं. ये वही पानी है जो दिल्ली के लोगों को सप्लाई किया जा रहा था. ഈ യുദ്ധം തുടങ്ങിയിട്ടതും ബിജെപി, ഇപ്പോൾ മുൾമുനയിൽ നിൽക്കുന്നതും ബിജെപി. എഎപിയുടെ സഞ്ജയ് സിംഗും ഷെല്ലി ഒബ്രോയിയും റീന ഗുപ്തയും 3 കുപ്പികളിൽ വെള്ളവുമായി വന്നു നിന്നത് ബിജെപി ആസ്ഥാനത്തിന് മുന്നിലാണ്. 7 ppm അഥവാ പാർട്സ് പെർ മില്യൺ അമോണിയ കലർന്ന യമുനയിലെ വെള്ളമാണ് കുപ്പികളിൽ. ഡൽഹി ജലബോർഡിന്റെ ശുദ്ധീകരണശാലയിൽ 1 ppm അമോണിയ മാത്രമേ ശുദ്ധീകരിക്കാൻ കഴിയൂ. അതിന്റെ 7 മടങ്ങ് അഥവാ 700% യമുനയിലെ വെള്ളത്തിലെ അമോണിയ. ഇതിന് ഉത്തരവാദി ഹരിയാന സർക്കാരാണെന്ന് ആരോപിക്കുകയാണ് എഎപി. കാരണം ഹരിയാനയിലെ വ്യവസായങ്ങളിൽ നിന്നൊഴുക്കുന്ന വെള്ളമാണ് യമുനയിൽ ചേരുന്നത്. हरियाणा का भेजा यही पानी दिल्ली में रहने वाला हर कोई पीता है. पिछले 11 साल से ये प्रधानमंत्री भी वही पानी पीता है. क्या कोई ये सोच सकता है क्या कि मोदी को जहर देने के लिए हरियाणा बीजेपी की सरकार ने पानी में जहर डाल दिया? क्या बोल रहे हो? ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും ഈ വിഷയം തന്നെ. യമുനയിലെ വെള്ളമാണ് പ്രധാനമന്ത്രിയും കുടിക്കുന്നത്. അതിനൊരു കുഴപ്പവുമില്ല. ഹരിയാന ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഡൽഹി സർക്കാരിന് എന്താണ് കുഴപ്പം? പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് ഹരിയാനയ്ക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതുകൊണ്ടാണ്. കെജ്രിവാളിനെ അത് പറയിപ്പിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും. अगर एक मुख्यमंत्री के रूप में मैं और मेरे मंत्रीगण प्रयागराज के संगम में स्नान कर सकते हैं, तो मैं पूछना चाहता हूं दिल्ली में आम आदमी पार्टी के अध्यक्ष से अरविंद केजरीवाल जी से मैं पूछना चाहता हूं, क्या यमुना जी में वह भी अपने मंत्रियों के साथ जाकर के स्नान कर सकते हैं क्या? കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലെത്തി 52 മന്ത്രിമാർക്കൊപ്പം മുങ്ങിയെന്നും ഡൽഹിയിൽ മുങ്ങാൻ ധൈര്യമുണ്ടോ എന്നുമായിരുന്നു യോഗി ആദിത്യനാഥ് കേജ്രിവാളിനോട് ചോദിച്ചത്. ആ ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാൾ ഏറ്റെടുത്തത്. 1300 കിലോമീറ്ററിലേറെ നീളമുള്ള യമുന, അതിനെ മലിനമാക്കി ഡൽഹിയിലേക്ക് വിടുന്നത് 10 വർഷമായി ബിജെപി ഭരിക്കുന്ന ഹരിയാനയാണ് എന്നായിരുന്നു ആ ഉത്തരം. ആ വിവാദത്തിനിടെയാണ് ബിജെപി പഞ്ചാബ് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ കയറ്റിയത്. പഞ്ചാബ് സർക്കാരിന്റെ കാറുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നായിരുന്നു ആരോപണം. ബിജെപി പുറത്തുവിട്ട ചിത്രത്തിലുള്ള കാർ ഇപ്പോൾ വിവാദമായി. ആ പഞ്ചാബ് നമ്പർ പ്ലേറ്റ് ബിജെപി വ്യാജമായി നിർമ്മിച്ചു എന്നാണ് ആരോപണം. അതിനുള്ള മറുപടി വരാനിരിക്കുന്നതേയുള്ളൂ. യുദ്ധ സമാനമാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ പോര്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.